ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫ്ലൂറസെന്റ് ഡൈ ഈസ് യൂസ് ടു സ്റ്റെയിൻ ബാക്ടീരിയൽ ന്യൂക്ലിക് ആസിഡ് ഇൻ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പി? എന്താണ് ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പി? ഇവിടെ കറക്റ്റായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് വരുന്നത്. അക്രഡിൻ ഓറഞ്ച് ആണ്. നമുക്കിപ്പോൾ ന്യൂക്ലിക് ആസിഡ്, നമുക്ക് DNA RNA ഒക്കെ അറിയാനായിട്ട് അക്രഡിൻ ഓറഞ്ച് ആണ്. അതുപോലെ തന്നെ നമുക്ക് DNA അറിയാനായിട്ട് ഡാപ്പ് യൂസ് ചെയ്യാം. ഡാപ്പ് ഏതാണ്? ഡൈ അമിനിഡോ 2 ഫീനൈൽ ഇൻഡോൾ. ഓക്കെ, അത് നമുക്ക് DNA അറിയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒറാമിൻ എന്തിനാണ്? നമ്മുടെ ട്യൂബർക്ലോസിസ് ബാസിലസ്. ഇനി CTC എന്തിനാണ്? അതായത് സയാനോ ഡിറ്റോലൈൽ ടെട്രാസോളിയം ക്ലോറൈഡ്. അതായത് നമുക്ക് മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സെൽസ് അറിയാൻ വേണ്ടിയിട്ട്. മെറ്റബോളിക്കലി ആക്റ്റീവ് അതായത് നമുക്ക് ചില സെൽസൊക്കെ എന്തായിരിക്കും, സെൽ ഡെത്ത് ആയിട്ടുള്ള ആളുകളുണ്ടാകും. അപ്പോൾ നമുക്ക് ലൈവ് ആണോ, അതായത് നമുക്ക് വയബിൾ ആയിട്ടുള്ള സെൽസിനെ അറിയാൻ പറ്റും. മെറ്റബോളിക്കലി ആക്റ്റീവ് വയബിൾ സെൽസിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സയാനോ ഡിറ്റോലൈൽ ടെട്രാസോളിയം ക്ലോറൈഡ് യൂസ് ചെയ്യും. ഒറാമിൻ റോഡാമിനൊക്കെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആ ഒരു കോമ്പിനേഷൻ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്രയും നമുക്ക് അപ്പോൾ നന്നായിട്ട് പഠിക്കുക.